നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ, സന്തോഷമായിട്ടിരിക്കല്ലേ? എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തിരക്കൊക്കെ ഒന്ന് മാറ്റി വെച്ച് സങ്കടങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഈ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ടും കാണണം കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം. ഇന്ന് മുതൽ എനിക്ക് എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ എനിക്ക് മെച്ചപ്പെടുത്തണം എൻ്റെ ജീവിതം, അല്ലെങ്കിൽ എനിക്കൊരു ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണം, ഇതുവരെയുള്ള അലസതയും മടിയൊക്കെ മാറണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അങ്ങനെയുള്ളവരായിരിക്കും എന്തായാലും ഈ വീഡിയോ തമ്പനയിൽ കണ്ടിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആക്കി വെച്ച്, അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്ന, വേറെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല, തിരക്കുകളും കാര്യങ്ങളൊന്നുമില്ല, എന്തെങ്കിലും ജോലിയൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച്, അല്ലെങ്കിൽ ആ ജോലി കഴിഞ്ഞ സമയത്ത് മാത്രം നിങ്ങൾ എപ്പോൾ ഫ്രീ ആയിരിക്കുന്നോ ആ സമയത്ത് മാത്രം എൻ്റെ ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. അല്ലാതെ ഞാൻ എല്ലാവരോടും ഇപ്പം തന്നെ കാണണം, പൂർണ്ണമായിട്ട് കാണണമെന്നൊന്നും ഞാൻ നിർബന്ധിക്കുന്നില്ല. കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കയറിയെങ്കിൽ മാത്രമേ ഈ ഒരു വീഡിയോ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ സമയം എൻ്റെ ഈ വീഡിയോ കാണാൻ വേണ്ടി സമയം പാഴാക്കുമ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന, മനസ്സ് നല്ല ശാന്തമായി കൂളായിരിക്കുന്ന സമയത്ത് മാത്രം വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾ വെയിറ്റിംഗ് ആണെങ്കിൽ ഇപ്പം തന്നെ ഐ ആം റെഡി എന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് കിടക്കാം. എന്താണ് ഈ അലസത, എന്താണ് മടി? നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും അല്ലേ? വർഷങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നല്ല മാർക്ക് വാങ്ങണം എന്ന ആഗ്രഹമുണ്ട്. പരീക്ഷയുടെ സമയത്തായിരിക്കും പുസ്തകങ്ങൾ തുറന്നു നോക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും. നമ്മൾ മുതിർന്നവരാണെങ്കിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. എല്ലാ ആഗ്രഹം ഇങ്ങനെ മൂടിക്കെട്ടി മനസ്സിൽ വെച്ചിട്ട് നാളെ ആകട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളുടെ ഒരു പ്രവൃത്തി, നമ്മുടെ ആഗ്രഹത്തിലേക്ക് എത്താനുള്ള പ്രവൃത്തിയിലേക്ക് നമുക്ക് ഒരു സ്റ്റെപ്പ് പോലും എടുത്തു വെക്കാൻ പറ്റുന്നില്ല. എന്തേ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, അതായത് ഒരു തുടക്കം കുറിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, ഇന്ന പോലെ ചെയ്യണം, അതിന് രാവിലെ എഴുന്നേൽക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് ഓഫീസിൽ പോകണം. അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ഒരുപാട് വീട്ടമ്മമാർ പറയുന്ന കാര്യമാണ്, എനിക്കൊന്നിനും സമയമില്ല. അവർക്ക് വേണ്ടിയാണ് കേട്ടോ മെയിനായിട്ട് ഈ വീഡിയോ. എൻ്റെ വീഡിയോസ് കാണുന്ന കൂടുതൽ പേരും എനിക്ക് മനസ്സിലായ കാര്യം സ്ത്രീകളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് കൂടുതൽ വീഡിയോസും. എനിക്ക് തോന്നുന്നു കൂടുതൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനും താരതമ്യപ്പെടുത്താനും ഒക്കെ അവർക്കായിരിക്കും പറ്റുന്നത്. അപ്പോൾ ഒരുപാട് സ്ത്രീകൾ പറയുന്ന കാര്യമാണ്, എനിക്ക് സമയമില്ല, എനിക്കൊന്നിനും സമയമില്ല, ചെറിയ മക്കളുണ്ട്, എനിക്ക് വീട്ടിലെ ജോലി, മക്കളെ നോക്കിക്കഴിഞ്ഞ് എനിക്കൊന്നിനും സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ പരാതി പറയുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് കൃത്യമായൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് സമയം കണ്ടെത്താൻ എല്ലാത്തിനും പറ്റും. നമുക്ക് വേണമെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കും. നമ്മൾ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുന്ന എപ്പോഴാണ്, ചെറിയ മക്കളുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പം തീരെ പൊടി കുഞ്ഞുങ്ങളുടെ അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അത്യാവശ്യം കുട്ടികൾ സ്കൂളിൽ പോകാനൊക്കെ തുടങ്ങിയ മക്കളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലികൾ വീട്ടിൽ ഇരുന്നാണെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ വേണമെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ വേണ്ട എന്ന് വെച്ചാൽ ഒന്നും നടക്കുകയില്ല. നമ്മളുടെ ഉപബോധ മനസ്സാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത്. നമ്മൾ വെറുതെ ഇങ്ങനെ വായും കൊണ്ട് പറഞ്ഞു എനിക്കത് ചെയ്യണം, ഇത് ചെയ്യണം, എനിക്കത് നേടണം, ഇത് നേടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഉൾക്കൊള്ളണം, നമ്മുടെ ഉള്ളിൽ ഉൾക്കൊള്ളണം, എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. അല്ലെങ്കിൽ ഞാൻ മുമ്പോട്ട് ജീവിക്കണമെങ്കിൽ നമുക്കൊരു 5 വർഷത്തിനുള്ളിൽ, നിങ്ങളൊരു 5 വർഷം മുമ്പോട്ടുള്ള 5 വർഷം നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, നിങ്ങളുടെ ജീവിത രീതികൾ, അല്ലെങ്കിൽ ജീവിതം മെച്ചപ്പെടുവോ, അല്ലെങ്കിൽ ജീവിതം താഴോട്ടാകാനാണോ ചാൻസ്, ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഓർത്തോണം കേട്ടോ. അങ്ങനെ നമ്മളൊരു എന്താ പറയുക, നമ്മളുടെ മുമ്പോട്ടുള്ള ജീവിതത്തെ പറ്റി കൃത്യമായ ധാരണ നമുക്കുണ്ടായെങ്കിൽ മാത്രമേ നമ്മൾക്ക് മുമ്പോട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബുദ്ധിമുട്ടിൽ, സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിനുവേണ്ടി അതിനെ മറികടക്കാനുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളൊരു ജോലിയാകാം, നമുക്ക് ആ സാമ്പത്തിക സ്ഥിതിയെ, ഇപ്പം മോശമായിരിക്കുന്ന ഈ ഒരു സാമ്പത്തിക സ്ഥിതിയെ മറികടക്കാൻ, നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം ജോലി ചെയ്യണം, എത്ര സമയം നമ്മൾ വർക്ക് ചെയ്യണം, അതിനുവേണ്ടി സമ്പത്തിന് വേണ്ടി നമ്മൾ എത്ര സമയം വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് കൃത്യമായ ധാരണ വേണം. മനസ്സിലായോ? നിങ്ങൾ കൂടുതൽ സമയം, നിങ്ങൾക്ക് ഒരുപാട് പൈസയ്ക്ക് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം നിങ്ങൾ ജോലി ചെയ്യാനും അല്ലെങ്കിൽ സ്മാർട്ട് വർക്കുകൾ ചെയ്യാനൊക്കെ നിങ്ങൾ തയ്യാറാകണം. നിങ്ങളുടെ മനസ്സിനെ അതിനെ രൂപപ്പെടുത്തി ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കണം. നിങ്ങളുടെ ജീവിത ശൈലി മാറ്റണം. നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നിനും സമയം കിട്ടാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ കോൺസെൻട്രേഷനോട് കൂടി അതിൽ ചെയ്യുക. എല്ലാ ദിവസവും ചെയ്യാനുള്ള കാര്യങ്ങൾ അന്നന്ന് തന്നെ ചെയ്തു തീർക്കുക. നമ്മളങ്ങനെ ഒരു ദിവസം നമ്മളുടെ സമയത്തിന് നമ്മൾ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കണം കേട്ടോ.
നമ്മുടെ സമയം എന്ന് പറയുന്ന കാര്യം നമ്മളെ വിട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലേ. അപ്പോൾ നമ്മുടെ പ്രായങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സമയം ഇങ്ങനെ ഓരോരോ സെക്കൻഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ആ ഓരോ സമയത്തെയും ഓരോ സെക്കൻഡിനെയും നമ്മൾ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കണം കേട്ടോ നമുക്ക്. എങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും ടി വിയും കണ്ട് ഫോണും കണ്ട് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് മാത്രമായി നമ്മളുടെ ജീവിതം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ശരിയാണ്, നമുക്ക് നമ്മളുടെ തലച്ചോറിന് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്ന കാര്യം നമുക്കിങ്ങനെ ഓരോരോ സന്തോഷങ്ങൾ കണ്ടെത്തുന്നത്. അതായത് നമ്മളുടെ ടെൻഷൻ ചിലരുണ്ട് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ ഉള്ളപ്പം അതിനെ ആലോചിക്കാതിരിക്കാൻ വേണ്ടി ഫോൺ എടുത്ത് എന്തെങ്കിലും പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ വീഡിയോസ് എന്തെങ്കിലും കാണുക, സിനിമ കാണുക, ഇങ്ങനെയൊക്കെ അവരുടെ സമയം അവർ കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യാതെ നമ്മുടെ സിറ്റുവേഷൻ എന്താണ്, നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധി എന്താണ്, അതിനെ നമുക്ക് മറികടക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിനെ ചിന്തിച്ച് നമ്മളുടെ ഓരോ സമയവും പാഴാക്കാതെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ മടിയും അലസതയൊക്കെ മാറ്റി വെച്ച് എനിക്ക് പറയാനുള്ള എൻ്റെ സുഹൃത്തുക്കളോട്, നിങ്ങൾ ഈ അലസതയും മടിയൊക്കെ മാറ്റി വെച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ നമുക്കൊരു മെച്ചപ്പെടലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ജീവിക്കാനും ഉയരാനും ഒക്കെ സാധിക്കുകയുള്ളൂ കേട്ടോ. ഒരുപാട് പേര് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അഫർമേഷൻ എന്താണ്, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലായിട്ട് ആ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും നിങ്ങൾ ഇന്ന് മുതൽ പലരും ചെയ്യുന്നൊരു കാര്യമാണ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടെയും പറയാം. പലരും ചെയ്യുന്നൊരു കാര്യമാണ്, ഒരു വർഷം തുടങ്ങുമ്പോൾ ജനുവരി 1 തൊട്ട് ഞാൻ ഈ വർഷം എന്തായാലും എൻ്റെ ജീവിതം ഇതുവരെ ഇങ്ങനെയായി, എനിക്കിനി മുമ്പോട്ട് നല്ല രീതിയിൽ ജീവിക്കണം, അല്ലെങ്കിൽ എനിക്ക് സമ്പത്ത് ഉണ്ടാക്കണം, എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നേടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ജനുവരി 1 കാൽക്കുലേഷൻ ചെയ്ത് ഈ വർഷം മുതൽ ഞാൻ നല്ലൊരു ഒരു വ്യക്തിയാകും, എൻ്റെ ജീവിതം എൻ്റെ മടിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഞാൻ നേരത്തെ ഉണരും, എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ അധ്യയന വർഷം തുടങ്ങുന്നത് മുതൽ ഇപ്പം പഠിത്തം സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടെ ആഗ്രഹമാണ് ഈ വർഷം ഞാൻ നല്ല മാർക്ക് വാങ്ങും, കഴിഞ്ഞ വർഷത്തെ എൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ എന്തായാലും കുറവായിപ്പോയി, അല്ലെങ്കിൽ ഈ വർഷം തൊട്ട് ഞാൻ നല്ലൊരു സ്റ്റുഡൻ്റ് ആവും, ഞാൻ നല്ലപോലെ പഠിക്കും എന്നൊക്കെ പല തീരുമാനങ്ങളും എടുത്തിട്ട് അവർക്ക് മുമ്പോട്ട് പക്ഷേ പ്രാവർത്തികമാക്കാൻ പറ്റാറില്ല. ഇതെന്തുകൊണ്ടാണെന്നറിയാവോ? ഇതാണ് അവർക്ക് ഓരോ ദിവസവും പിന്നെയും അവരുടെ തലച്ചോറ് അവരെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല. പഠിത്തം എന്ന് പറയുന്നത് കുറച്ച് ക്ഷമയുള്ള, അല്ലെങ്കിൽ അവർക്ക് ഒരു ഇൻട്രസ്റ്റ്, നമുക്ക് കൃത്യമായ ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്റ്റുഡൻറ്റിന് പഠിക്കാനായിട്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർക്കൊരു ലക്ഷ്യമില്ലാതെ യഥാർത്ഥ അതിൻ്റെയൊക്കെ അലസതയുടെ കാരണമെന്ന് പറയുന്നത് അവർക്ക് വ്യക്തമായ ജീവിതത്തെപ്പറ്റി വ്യക്തമായ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അവർക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമില്ലാത്തത് കൊണ്ടാണ്. മിക്കവരും എനിക്കറിയാം, പല ആളുകളെ എനിക്കറിയാം, അവർ ജോലിക്കൊന്നും പോകുകയല്ല, അവരിങ്ങനെ കുറ്റമൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ കുറ്റമൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് തലയിട്ട് നോക്കി അവിടെ എന്താണ് ഇവിടെ എന്താണ് അവരെങ്ങനെയാണ് ജീവിക്കുന്നത് ഇതൊക്കെ നോക്കി മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് ഇങ്ങനെ സമയം കളയുക. അവർക്ക് വേണ്ടി അവർ സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാറില്ല. എന്നിട്ട് ഇല്ല എനിക്കതില്ല എനിക്കിതില്ല ഇങ്ങനെ പരാതി പറഞ്ഞ് നടക്കുക. അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത സാഹചര്യം എന്താണോ അത് ഒന്നുകൂടെ നിലം പതിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള സത്യം അവർ മനസ്സിലാക്കുന്നില്ല. അവർ ഓരോരോ ദിവസം എങ്ങനെയും സമയം കളഞ്ഞ് ഓരോരോ ദിവസം ഇങ്ങനെ കടന്നു പോകുന്നു. അല്ലാതെ അവരുടെ ജീവിതത്തിന് വേണ്ടി അവർ സ്വയം ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് സത്യം. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അലസതയും മടിയൊക്കെ മാറ്റി വെച്ച് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കാനും അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കാനും തുടങ്ങണം കേട്ടോ. നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ഓരോ സ്റ്റെപ്പ് മുമ്പോട്ട് എടുത്തു വെക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ ജീവിതം ഇപ്പം ഏത് സിറ്റുവേഷനിലാണുള്ളത്, ഈ സിറ്റുവേഷനെ മറികടക്കാൻ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് അത് കയറാൻ വേണ്ടിയാണ് കേട്ടോ. നിങ്ങൾ ഒരു ചെവിയിൽ കൂടെ കയറി ഇപ്പുറത്തെ ചെവിയിൽ കൂടെ ഇത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല. നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് സാധിക്കും. നിങ്ങൾക്ക് അറിയാമല്ലോ, എത്രയോ പേരാണല്ലോ വികലാംഗരായവരൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും, എത്ര ആരോഗ്യവാന്മാരായ ഒരുപാട് ആളുകൾ വെറുതെ നടക്കും ഇതുപോലെ അവർക്ക് വയ്യെങ്കിൽ പോലും, അല്ലെങ്കിൽ ഓരോ അസുഖങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവരൊക്കെ അവരുടെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ കഷ്ടപ്പെടാൻ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമ്മളുടെ മനസ്സാണ് കേട്ടോ. നമുക്ക് കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താണോ അതനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മളുടെ മനസ്സ് എല്ലാ കാര്യങ്ങളിലും തയ്യാറാണ്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് നടക്കും, എന്നെക്കൊണ്ട് പറ്റും, എനിക്ക് ജീവിതത്തിൽ ഉയർച്ച വേണം, ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ്, എന്നെക്കൊണ്ട് പറ്റും, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും. അല്ലാതെ എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റുകയല്ല, എനിക്കൊന്നിനും സമയമില്ല, ഞാനിതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇത്രയും ജോലി ചെയ്തിട്ട് ഞാൻ ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് പല
സ്ത്രീകളും പറയുന്നൊരു കാര്യമാണ്, സ്വന്തം വീട്ടിലെ ജോലികൾ ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അവരത് ചെയ്തു ഇത് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് മക്കള് ഇവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് പിന്നെ നമ്മളല്ലാതെ വേറെ ആര് ചെയ്യാനാണ്? നമ്മൾ പരാതി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ജീവിതം നമ്മളുടെ കുടുംബം മെച്ചപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മളുടെ കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ അല്ലേ? അതിനിടയിൽ നമുക്ക് സാമ്പത്തിക ഒരു ബുദ്ധിമുട്ടുണ്ട്, വീട്ടിൽ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫിനാൻഷ്യലി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. ഒരുപാട് ആളുകൾ സത്യം പറഞ്ഞ ജീവിതത്തിൽ ഒരുപാട് ജോലികൾ ഒരുമിച്ച് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് ഒരുപാട് സ്ത്രീകൾ ജോലിക്ക് പോകുന്നവരുണ്ട്, കുടുംബം നോക്കുന്നവരുണ്ട്. ഭർത്താവ് മരിച്ചു പോയിട്ട് അവരുടെ മക്കളെ പോറ്റാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ കുടുംബം നിലനിൽക്കാൻ വേണ്ടി ഒരുപാട് സ്ത്രീകൾ കല്ല് ചുമക്കാനും പല ജോലികൾക്ക് പോകുന്നവരുണ്ട് കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല എന്നതാണ് സത്യം. നമ്മുടെ ജീവിത സാഹചര്യം എന്താണോ അതിനെ മറികടക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി നമുക്കൊരു മനസ്സാണ് വേണ്ടത്. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കൊരു മനസ്സാണ് വേണ്ടത്. നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറായിരിക്കണം. ഏത് ജോലിയും ഏത് സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കാനുള്ള ആ ഒരു മനോഭാവം ഉണ്ടായിരിക്കണം കേട്ടോ. നമ്മൾ തളർന്നു പോകാതെ നമ്മളുടെ പ്രതിസന്ധി ഏതാണേലും അതിൽ നിന്നും എനിക്ക് കര കയറണം, അങ്ങനെ എനിക്ക് മുന്നേറണം എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. നമ്മളുടെ ജീവിതം മെച്ചപ്പെടണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം. നമ്മളുടെ ജീവിതം ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ കര കയറണം എന്ന ഉറച്ച തീരുമാനം നമ്മളുടെ ഉള്ളിനുള്ളിൽ ഉണ്ടാകണം, നമ്മളുടെ ഉപബോധ മനസ്സിലത് ഉണ്ടാകണം. തീർച്ചയായും നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള വഴികൾ ഈ യൂണിവേഴ്സ് ഉറപ്പായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരും കേട്ടോ. അല്ലാതെ വിഷമിച്ച് തളർന്നയോ എന്നെ കൊണ്ടൊന്നും സാധിക്കുകയില്ല, എന്നെ കൊണ്ടൊന്നും പറ്റുകയില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി സ്വയം പരാതി പറഞ്ഞ് കുറ്റപ്പെടുത്തി ഒരു മൂലയിലിരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഉള്ള സാഹചര്യം എന്താണോ അതിൽ നിന്ന് താഴേക്ക് മാത്രമേ പോവുള്ളൂ. ഒരു ഉയർച്ചയും നിങ്ങൾക്കുണ്ടാകുകയില്ല. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ആദ്യം തന്നെ എനിക്ക് പറയണമെന്ന് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിനൊക്കെ ഒരുപാട് കമൻസ് വരുന്നുണ്ട്, ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൺട്രോളിങ്ങിൽ ായിരിക്കണം. ആവശ്യമില്ലാത്ത ചിന്തകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും, പല പ്രതിസന്ധികൾ വരും, പല പ്രശ്നങ്ങൾ വരും. പക്ഷേ ഇതിലൊക്കെ കറങ്ങി ഒരു ലൂപ്പിൽ അകപ്പെട്ടു പോകാതെ അതിൽ നിന്ന് നമുക്ക് ഇതൊന്നും അല്ല എൻ്റെ ജീവിതം, ഇതല്ല ഈ പ്രശ്നങ്ങളും നാളെ ഒരാഴ്ച കഴിയുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ ഈ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ മറികടക്കും. പക്ഷേ നമ്മൾ അതിൽ നിന്നും അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ അതേന്ന് പറഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം എന്താ പറയുക, ഒരു കൺട്രോളിങ് ഇല്ലാതെ അല്ലെങ്കിൽ നമ്മൾ മനസ്സ് ചിന്തിക്കുന്ന അനുസരിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു മെച്ചവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല കേട്ടോ. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇത് ഇന്ന് കഴിയും, നാളെ കഴിയും, ഇതിന് ശേഷം എനിക്ക് മറ്റൊരു ജീവിതം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ലൂപ്പിൽ നിന്നും എത്രയും പെട്ടെന്ന് പുറത്ത് കിടക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. ഒരു പ്രശ്നം വരുമോ, അത് പ്രശ്നം അങ്ങനെ സംഭവിച്ചു പോയി ഇങ്ങനെ സംഭവിച്ചു പോയി അതിലങ്ങ് പരാതി പറഞ്ഞ് അതിനെപ്പറ്റി നിരന്തരം കൂടുതലായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ പ്രശ്നം വഷളാകുന്നതല്ലാതെ നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല. അതിൽ നിന്നും എങ്ങനെ മറികടക്കാം എന്ന് വേണം. നിങ്ങളുടെ മുമ്പിൽ ഓരോ പ്രശ്നങ്ങളും ഓരോ പ്രതിസന്ധികളും വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതിൽ നിന്നും ഞാൻ എങ്ങനെ മറികടക്കാം, എൻ്റെ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഞാൻ എങ്ങനെ രക്ഷപ്പെടാം, ഞാൻ ഇതിനു വേണ്ടി എന്താണ് ഞാനൊരു മുമ്പോട്ടൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഈ പ്രശ്നത്തിൽ നിന്ന് മറികടക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമായിട്ട് ചിന്തിക്കുക. അല്ലെങ്കിൽ അതെനിക്ക് ഇത് സംഭവിച്ചു, എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, ഞാൻ തകർന്നു പോവും, ഞാൻ ഇല്ലാണ്ടായി എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾക്ക് ഇനിയും മുമ്പോട്ടൊരു ജീവിതം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇതിൽ നിന്ന് മറികടന്നേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ മാനസിക നില അല്ലെങ്കിൽ നിങ്ങളുടെ മാനസിക ധൈര്യം, നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു ധൈര്യം വീണ്ടെടുക്കുക. മനസ്സിൻ്റെ ശക്തിയാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിനോട് താങ്ക് യു പറയണം കേട്ടോ. നമ്മളുടെ നന്ദി നമ്മൾ പറയും തോറും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. നമ്മൾ ഉള്ളതിന് നന്ദി പറയുക. ഇപ്പോൾ ഉള്ള എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെങ്കിലും അത് നിങ്ങൾ യൂണിവേഴ്സിന് നന്ദി പറയുക. അപ്പം നമ്മൾ ഒരു ഉപബോധ മനസ്സിലേക്കുള്ള ഒരു മെസ്സേജ് പോലെ ഇപ്പം തന്നെ താഴെ ഈ വീഡിയോയുടെ താഴെ ഇപ്പം തന്നെ യൂണിവേഴ്സിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഇപ്പം തന്നെ താങ്ക് യു യൂണിവേഴ്സ് എന്ന് മനസ്സറിഞ്ഞൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.